മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താം തിതിക്ഷസു. നീ അതിനെ അനുഭവിക്കും. എന്താ തിതിക്ഷ? നീ പ്രതീകാരമില്ലാതെ അപ്രതീകാരപൂർവം ചിന്താ വിചാരമില്ല എന്താണ് തിദീക്ഷയോടുകൂടി സഹനം സർവദുഃഖാനം. ശ്ലോകത്തിന് ആദ്യം എനിക്ക് കിട്ടില്ല, അതാണ് സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാതിദീക്ഷ. അതാണ് സഹനം സർവദുഃഖാന, എല്ലാ ദുഃഖങ്ങളെ മാത്രമല്ല സുഖങ്ങളെയും എന്താണ് സഹനം, സഹിക്കുക. എങ്ങനെ സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവകം. ചില ആൾക്കാരുണ്ട് സഹിക്കും, എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ നീറിയിരിക്കും. അങ്ങനല്ല, എന്റെ നേരെ ഇത് വന്നു, എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, വളരെ കൃത്യമായിട്ട് അതിനെ സ്വീകരിക്കുക. പിന്നെ അടുത്തത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവം ചിന്താ വിലാപരഹിതം. അനാവശ്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അതിനെപ്പറ്റി വിലപിക്കാതെ അതിനെ സഹിക്കും. തിദീക്ഷ. ഈ തിദീക്ഷ നമ്മളെ മുന്നോട്ട് ഇത് ആണ് ഭഗവത്ഗീത നമ്മുടെ മുമ്പിലേക്ക് ജീവിത വിജയത്തിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ഇത്ര കാലം ജീവിച്ചില്ലേ? വിജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത്. വളരെ രസകരമായിട്ട് ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ആദ്യം തന്നെ ഒന്ന് വിജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ കുട്ടിയായിട്ട് ജനിച്ചതെന്ന്. ആ കഥ അറിയാമോ? ആയിരങ്ങൾ ഓടിയ ഓട്ടത്തില് ഒന്നാമനായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ജീവിതം തന്നെ കിട്ടിയതെന്ന്. പിന്നെ നമ്മൾ ഓരോ സമയം ഇന്നിവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് തന്നെയാണ് വന്നത്. ഓക്കെ, പിന്നെന്താണ് ആ വിജയത്തിനെ നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത കൃത്യമായിട്ട് പറയും, അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം പറയും. എന്താണ് വിജയം നമ്മൾ നോക്കി കാണേണ്ടത്? അതെ, പുറത്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും വേണം, ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ വിജയം സത്യത്തിൽ വിജയമാകുന്നത് എന്താണ്? നമ്മുടെ ഉള്ളില് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഒരിക്കൽ കൂടെ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം പറഞ്ഞു നിർത്താം. എന്താ ശ്ലോകം? അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാസൂശ്ച നാനുശോചനം. അർജുന, എന്താണ് കാര്യമില്ല. ഇതിനെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്മയാനന്ദ സ്വാമിജി ഇംഗ്ലീഷിലേക്ക് തർജ്ജമയല്ല, ആക്ച്വലി ഗുരുദേവൻ ഒരു കൊട്ടേഷൻ ആക്കിയതാണ്. ആക്ച്വലി ഇതാണ് എന്റെ ഒരു ഇൻസ്പിറേഷൻ. ഗുരുദേവൻ പറയും, ചിന്മയാനന്ദ സ്വാമി പറയും, ടു വീപ് ഈസ് ഫോളി ആൻഡ് ടു സ്മൈൽ ഈസ് വിസ്ഡം, കീപ് സ്മൈലിംഗ്. എന്തുട്ടാ സംഭവം? ടു വീപ് ഈസ് ഫോളി എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ആൻഡ് ടു സ്മൈൽ ഈസ് വിസ്ഡം, പുഞ്ചിരിക്കുക എന്നുള്ളതാണ് വിവേകം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കീപ് സ്മൈലിംഗ്. എല്ലാവരും പുഞ്ചിരിച്ചെന്ന്. അതാണ് ആധ്യാത്മികത. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വേദാന്തം ഒക്കെ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആധ്യാത്മികരായി കഴിയുമ്പോൾ ഒരു ചിരിക്കാൻ മറന്നു പോകുന്ന. അപ്പൊ അവരെന്ത് ആധ്യാത്മികതയാണ് പഠിച്ചത് നമുക്കറിയില്ല. ഈ ലോകത്തിൽ നിന്ന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ലോകത്തിനെ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. ഒരു വളരെ വൈറലായിട്ടുള്ള ഒരു മീമുണ്ട്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, മറ്റേ വിക്ടറി സ്റ്റാൻഡില് ഒന്നാം ഇതിൽ നിൽക്കുന്ന ഒരു കൊച്ചൻ ഇങ്ങനെ വെറുതെ നിൽപ്പുണ്ട്. മൂന്നാം സ്ഥാനം കിട്ടിയ ഒരു കുട്ടി അവന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ഇങ്ങനെ വിജയത്തോടുകൂടി ആഹ്ലാദത്തോടെ ഇരിക്കുന്ന ഒരു മീമുണ്ട്. ഇതിനകത്ത് ആരാ സത്യത്തിൽ വിജയിച്ചത്? മറ്റേ വിഷമിച്ചിരിക്കുക. കാര്യം എനിക്ക് അവന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്താണ് ലോകത്തിൽ നിന്ന് പല 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 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതിനെ ഓർത്ത് നമ്മൾ വീപ്പ് ചെയ്യണോ, അതോ എന്ത് തന്നെ നമ്മുടെ നേരെ വന്നാലും അതിനെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എപ്പോഴാണോ ലോകത്തിനെ നോക്കി പുഞ്ചിരിക്കുന്നത്, ലോകത്തിലെ പ്രശ്നങ്ങളില് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകാതെ, അതിൽ ദുഃഖിക്കാതെ, കരയാതിരിക്കുന്നത്, അവിടെയാണ് വിജയം. ചിന്മയ വിദ്യാലയത്തിന്റെ എല്ലാം മോട്ടോ ഏതാണ്? കീപ് സ്മൈലിംഗ്. ഇത് വളരെ കൃത്യമാണ്. നമ്മളെല്ലാവരും ഭഗവത്ഗീത പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ത്? ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ ആദ്യത്തെ പുഞ്ചിരി ഞാൻ കൊടുക്കുമെന്ന് തീരുമാനിക്കണം. അത് തന്നെ ഈ ലോകത്തിനെ മാറ്റുന്ന. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടേ
എന്താ കാര്യം? ഇത് ലോകത്തിലേക്ക് കൊടുക്കണ്ടേ? ലോകത്തിലേക്ക് എങ്ങനെ കൊടുക്കാം? നമ്മള് എന്താ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ നോക്കി 7 സെന്റ് ഇല്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് എല്ലാവരും നോക്കി പുഞ്ചിരിക്കും. ഈ പുഞ്ചിരിക്കുന്നത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ എന്താണ് ഒരു പ്രതിഫലനം കൂടെയാണ്. നമ്മൾ ഈ ലോകത്തിനെ നോക്കി നമ്മൾ പുഞ്ചിരിക്കുന്ന സമയത്ത് അവിടാണ് നമ്മുടെ വിജയം. Weep peacefully and smile is wisdom. Keep smiling. എല്ലാവർക്കും ഈ ലോകത്തിനെ നോക്കി കൃത്യമായി പുഞ്ചിരിക്കാൻ പറ്റട്ടെ. അതിന് ജഗദീശ്വരന്റെ, ഗുരുപരമ്പരയുടെ, പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവത്ഗീതയിലെ അതെങ്ങനെ വിജയത്തിലേക്ക് നയിക്കും? ലോകത്തിനെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ ഈ രീതിയിൽ പറയും. ഫിലോസഫി ഇത്ര ഉള്ളതാണ്, ഇത് വന്നു പോയിരിക്കുന്നതാണ്, അതിനെ സഹിക്കൂ എന്നുള്ളതാണ് ആ ഫിലോസഫി. അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ, അത് നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താണ് വിജയത്തോടുകൂടി ലോകത്തിനെ. ചിന്മയാൻ സ്വാമിജി അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞതാണ്, സ്വാമിജി ഞാൻ ഭഗവത്ഗീത 3-4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. സ്വാമിജി ഐ ഹാവ് ഗോൺ ത്രൂ ഭഗവത്ഗീത മെനി ടൈംസ്. സ്വാമിജി തിരിച്ചു ചോദിച്ചു, ഭഗവത്ഗീത എത്ര പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ കൂടെ പോയി? ഭഗവത്ഗീത 700 ശ്ലോകം കാണാതെ പഠിക്കുന്നതോ, അത് ഇങ്ങനെ ചൊല്ലുകയും അല്ല. പിന്നെ നമ്മൾ ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവത്ഗീതയുടെ ആ ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മുടെ ലോകത്തിലേക്ക് അതൊരു പുഞ്ചിരിയായിട്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ് സത്യത്തില് വിജയം.